പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ പുതിയ ദിവസവും ഏറ്റവും മനോഹരമാണ്, ഏറ്റവും പുതിയതാണ്. ഓരോ ദിവസവും നാം ദൈവികമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ആകുലങ്ങളും ഭാരങ്ങളും നാളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കാരണം ദൈവവചനം നമ്മെ ഓരോ ദിവസവും ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ നിന്റെ സകല ആകുലങ്ങളും ഭാരങ്ങളും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാരണം ഓരോ ദിവസവും ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാകിയാൽ, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാകിയാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ, നിരാശയെ, ദുഃഖത്തെ, ഭീതികളെ അതെല്ലാം എടുത്തു മാറ്റും. കാരണം മനുഷ്യൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വചനം സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ട നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. മാത്രമല്ല, അത് നമ്മെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുകയും നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപപ്രമാണങ്ങളെ നീക്കിക്കളഞ്ഞ് തേജസ്സിൻ്റെ മക്കളായി നമ്മെ ഒരുക്കുവാനായിട്ട് ദൈവവചനത്തിൻ്റെ കേൾവിയും അതിൻ്റെ അനുസരണവും നമ്മെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി നീളം ഉയരും ആഴൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോ സാഹചര്യങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടു പോകുന്നത്. ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോയാലും അവിടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ വിടുവിച്ച് നമ്മെ ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരളവിൽ ഉയർത്തുവാൻ ദൈവം മതിയായവനാണ്. മാത്രമല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നു, കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിക്കണം. പലപ്പോഴും കഷ്ടത എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് പണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ക്ഷീണത്തിൻ്റെ അവസ്ഥ. ഇതൊന്നുമല്ല കഷ്ടത എന്ന് പറയുന്നത്. ഒരു വ്യക്തി ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ ജീവനിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വചനത്തിൻ്റെ അനുസരണത്തിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നയിക്കുമ്പോൾ അവൻ അഭിമുഖീകരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യങ്ങളിലും സഹായിക്കുകയും ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരളവിലേക്ക് ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി നിവർത്തിച്ചു തരും. അപ്പോൾ എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളും എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ അവസ്ഥകളിലും ആവശ്യങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായ കർത്താവ് നമുക്ക് കൂടെയുള്ളത്. ആ ദൈവം നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിനാലാണ്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല, എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിലും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് പാപത്തിൽ നമ്മെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചുവെന്നും എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് എനിക്ക് പകരം യേശു മരിച്ചുവെന്നും ഒരു വ്യക്തി തിരിച്ചറിയുകയും ആ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയും പാപത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളിൽ അവനെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകിക്കളഞ്ഞ് അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വീണ്ടും ജനനം ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. ഈ വീണ്ടും ജനനത്തിൽ കൂടിയാണ് ഒരു വ്യക്തി ദൈവ പൈതലായി തീരുന്നത്. ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തികളെയും ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്നാണ്.
അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഓരോരുത്തരെയും കുറിച്ച് ദൈവജനം എന്താണ് പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ദൈവത്തിൻ്റെ മക്കളായി തീരുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിനായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നതും ഒരു ചെറിയ കാര്യമല്ല. കാരണം അനേകർ ഈ സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കാതെ ഹൃദയം കഠിനപ്പെടുത്തി ജീവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നതുകൊണ്ടാണ് ഇത് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ ജീവിതം ദൈവവചനത്തിനൊത്തവണ്ണമായിരിക്കണം. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം. നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. മാത്രമല്ല, ദൈവം നമ്മളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയും ചെയ്യുന്നു. യേശുവിൽ വിശ്വസത്താൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ രക്താംബരം പോലെ ചുവപ്പായി എല്ലാ പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് ഒരു പുതിയ വ്യക്തിയാക്കിയിട്ട് ദൈവം അവനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ തിരിച്ചറിയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. തുറന്നു പറയാം, അങ്ങനെ തന്നെ നാം ആകുന്നു. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പലവിധമായ പാപപ്രമാണങ്ങളുണ്ട്, അല്ലെങ്കിൽ അകൃത്യങ്ങൾ, ലംഘനങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും മനസ്സ് പറയും, നീ ദൈവത്തിൻ്റെ പൈതലൊന്നുമല്ല, നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ പിന്നെയും നീ ഇത്തരത്തിൽ പാപം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് മനസ്സ് പലപ്പോഴും കുറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ, അത് ദൈവവചനം അനുസരിച്ച് നടക്കുന്ന സമയത്ത് അത് നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന അവസ്ഥകളുണ്ടാകാം. അത് അതുപോലെ തന്നെ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ അതുപോലെ തന്നെയാണ്. അത് ചെയ്തും കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അത് നമ്മളെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ പാപം വെളിപ്പെട്ട് വരുമ്പോൾ ആരും കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവവചനം പറയുന്നത് അതിനെ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുറുകെ പറ്റിയിരുന്ന പല പാപങ്ങളും വിട്ടുപോയിട്ട് ദൈവിക ജീവനാൽ നിറയപ്പെട്ടത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മനസ്സ് പറയുന്നതല്ല കേൾക്കേണ്ടത്, ദൈവവചനം എന്തു പറയുന്നു അതാണ് വിശ്വസിക്കേണ്ടത്. അതിനെ മുറുകെ പിടിച്ചും കൊണ്ട് അതിനൊത്തവണ്ണം മനസ്സിനെ പുതുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. തുറന്നു പറയാം, പ്രിയമുള്ളവർ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പിന്നെയും ഉറപ്പിക്കുകയാണ്, പ്രിയമുള്ളവർ, നാം ദൈവമക്കൾ ആകുന്നു. ആയിരുന്നു എന്നല്ല, ആകുന്നു. ഇപ്പോൾ നമ്മളാണ്. അതുകൊണ്ട് ഈ ഉറപ്പിൽ വേണം നാം ജീവിക്കുവാനായിട്ട്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. ഇനി തുറന്നു പറയാം, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അതാണ് പലർക്കുമുള്ള പ്രശ്നം. പലരും ഈ തിരിച്ചറിവുണ്ട്, പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാക്കി എന്നെ തീർത്തത്, എന്തിനാണ് ഒരു വീണ്ടും ജനനം എന്നിൽ നൽകിയത്, അതിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളില്ല ഏറെ പങ്കാളികൾക്ക്. പ്രിയമുള്ളവരെ, അത് നാം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോടു കൂടെ തേജസ്സുള്ള ശരീരത്തിൽ നിത്യത മുഴുവൻ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി നാം തീരണം. കാരണം ഈ കാണുന്ന ആകാശ ഭൂമിക്ക് ഇത് തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദൈവം ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ സമയം നീട്ടി തരികയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുവാൻ താമസിക്കുന്നതല്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതാണ്. അതുകൊണ്ട് അവൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ചും കൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിക്കണം. അതല്ലാതെ പിന്നെയും പാപവഴികളിൽ രസിക്കുവാൻ പോവുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയണം, നാം ഇന്നതാകുമെന്ന് നാം ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നിട്ട് തുറന്ന് പറയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുന്നുണ്ട്. അപ്പോൾ തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണണമെങ്കിൽ നമ്മൾ ആ തേജസ് പ്രാപിക്കണം. ആ തേജസ് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്കിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടുള്ള സമയം തന്നിരിക്കുന്നത്. അതല്ലാതെ ഇവിടുത്തെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങളിൽ തിന്നുകുടിച്ച് ആനന്ദിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇവിടെ പറയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ
കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഈ തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ സഹായിക്കുന്നത്. ഈ തിരിച്ചറിവില്ലാത്ത വ്യക്തികൾ ഒരിക്കലും ദൈവത്തിനനുസരിച്ച് അനുസരിച്ച് ജീവിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ തിരിച്ചറിവുള്ളവരായി നാം ഓരോരുത്തരും തീരണം. അതിനായി ദൈവം നമ്മളെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പറയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ തുറന്ന് പറയുകയാണ്, അവനിൽ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി നാം ജീവിക്കുന്നത്. തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണുവാൻ വിശുദ്ധിയാണ് നമുക്ക് ആവശ്യം. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടിയാണ് നമ്മൾ നിറയുന്നത്. ഇന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ നിറഞ്ഞു വരുന്ന ദൈവിക സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ഒരളവിൽ ജീവിക്കുവാനും വചനമനുസരിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും കർത്താവിൻ്റെ വരവെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടെ രൂപാന്തരപ്പെടുന്ന തേജസ്സിൻ്റെ മക്കളായി ഒരുങ്ങുവാനും നിത്യത മുഴുവൻ നിത്യനായ ദൈവത്തോടു കൂടി വസിക്കുന്ന മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൻ്റെ ഉടമകളായി തീരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഈ അതിശ്രേഷ്ഠ പദവിക്കായി ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഞങ്ങളെ അങ്ങ് ലോകസ്ഥാപനത്തിനുമേ കണ്ട് തക്ക സമയത്ത് വിളിച്ചു വേർതിരിച്ച് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നൽകിയതിനായി നന്ദി പറയുന്ന കർത്താവേ, ഈ തിരിച്ചറിവിൽ ജീവിക്കുവാനും ആ തിരിച്ചറിവിൽ അധികമായി വർദ്ധിച്ചു വരുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കർത്താവ് അങ്ങ് പകരുന്നല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അങ്ങ് പകരണമേ. ആൾ മാറിയവരെ പോലെ കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് മാറ്റണമേ. പുത്രനായ യേശുവിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് എല്ലാവരെയും അങ്ങ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണം. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പിതാപുത്രനും പരിശുദ്ധാത്മ ഒന്നായിരിക്കുന്ന പോലെ കുടുംബം ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. കൃപയിൽ എല്ലാവരെയും മറയ്ക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.